വാദിക്കുന്ന സമയത്ത് നമുക്ക് കാണുകയും ചെയ്യാം, സംസാരിക്കുകയും ചെയ്യാം. വാദിക്കുന്ന സമയത്ത് നമ്മൾ രണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ ഉണ്ടാക്കുകയല്ലേ ചെയ്യാം. അതിപ്പോ കല്യാണം കഴിഞ്ഞാലും അതല്ലേ നടക്കാൻ പോണത്. ഇനി ഞാൻ നമ്മുടെ രണ്ടുപേരുടെയും കാര്യം വീട്ടിലും പതുക്കെ ഒന്ന് പറഞ്ഞു. ആണോ? എന്നിട്ട് പതുക്കെ ആയതുകൊണ്ട് ആരും കേട്ടില്ല. ഇനി ചെന്നിട്ട് വേണം ഉറക്കെ ഒന്ന് പറയാൻ. ഉറക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അതെന്താ? നിന്റെ വീട്ടിൽ സമ്മതിച്ചാലും എന്റെ അമ്മ സമ്മതിക്കൂലെന്ന്. ഒബ്ജക്ഷൻ യുവർ ഓണർ. അതെന്താ സമ്മതിക്കാത്തെ? ഒബ്ജക്ഷൻ സസ്റ്റെയിൻ. ഒരു വീട്ടില് 2 കള്ളന്മാരുണ്ടെന്നാണ് അമ്മ പറഞ്ഞത്. ഓർഡർ ഓർഡർ. നമ്മൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്ന കണ്ടാലേ കേസ് തിരിഞ്ഞു പോകും. അത് നിനക്കെന്നെ അറിയാമല്ലോ. തെങ്ങില് തേങ്ങയുടെ തോട്ടിൽ വീണ ആളെ ഫ്ലൈറ്റിൽ നിന്ന് കടലിൽ വീണതാണെന്ന് പറഞ്ഞ് ഇൻഷുറൻസ് വാങ്ങിക്കൊടുത്ത ആളാണ് ഈ അഡ്വക്കേറ്റ് ഉത്തരേശൻ. അതെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഇന്നത്തെ കേസ് ഞാൻ ചെയ്യും. അതങ്ങനെ ശരിയാവും. കഴിഞ്ഞ കേസ് ഞാൻ നിനക്ക് തോറ്റു തന്നിരുന്നു. ഈ കേസ് നീ എനിക്ക് തോറ്റു തരണം. അതൊന്നും പറ്റൂല. വാദിച്ച് ജയിക്കുന്നതാ മിടുക്ക്. നിങ്ങൾ വാദിച്ച് ജയിച്ചോളി. അതിന് ഞാനറിയാം. പക്ഷെ വാദത്തിനിടയിൽ നീ എന്നെ നോക്കി സൈറ്റ് അടിക്കില്ലെന്ന് നീതി പുസ്തകത്തിൽ കൈവച്ച് സത്യം ചെയ്ത് തരണം. കഴിഞ്ഞ തവണ നിന്റെ സൈറ്റ് അടി കാരണം 15 ലോ പോയിന്റ് ഒറ്റടിക്ക് ഞാൻ മെഴുകിക്കളത്. അതൊന്നും പറയാൻ പറ്റൂല. എനിക്ക് പ്രേമമുത്ത ഞാൻ അപ്പൊ സൈറ്റ് അടിക്കും. ചിലപ്പോ 2 കണ്ണുകൊണ്ട് അടിക്കും. നിന്റെ ഈ സൈറ്റ് അടി കാരണം എന്തോരം അടി എനിക്ക് ഇടുന്നറിയാം മോക്കാരുന്നു. അടിയുടെ കാര്യം പറഞ്ഞപ്പോഴാ കഴിഞ്ഞ മാസം എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഒരു അടി കിട്ടിയല്ലോ. അതെന്തിനായിരുന്നു? അത് കോട്ടപ്പുറം ഇരട്ടക്കൊലപാതക കേസ് ഞാനാണല്ലോ വാദിച്ചത്. അങ്ങനെ വാദിച്ച് കേസ് അങ്ങ് തിരിഞ്ഞു. എന്താ വാദി പ്രതിയായോ? വാദി പ്രതിയാണൊക്കെ എന്റെ കേസിൽ സാധാരണ. ഇതിപ്പോ ജഡ്ജിയെ പ്രതിയായി. പ്രതി എത്തിയല്ലോ. അല്ല, ജഡ്ജി എത്തി. തുടങ്ങിയോന്നോ? അല്ല, ഞാൻ വിചാരിച്ചു കോടതി തുടങ്ങിയെന്നേ. നിങ്ങളെ വരാണ്ട് എങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങുക? അത് ശരിയാണല്ലോ. അതെ, ഞാൻ എന്റെ ജാമ്യം എടുത്തിരിക്കുന്നു. അല്ല, ജഡ്ജി എന്തിനാണ് ജാമ്യം എടുത്തത്? ഏതായാലും നീ വാദിച്ച് എന്നെ പ്രതിയായി. അപ്പൊ പിന്നെ ഒരു മുൻകൂർ ജാമ്യം നല്ലതല്ലേ? എത്ര കാലം നിങ്ങൾ തുടങ്ങിയിട്ട്? അതെനിക്കറിയാം. ഞാനിപ്പോ പുള്ളിയുടെ വീടിന്റെ മുകളിലത്തെ നില വാടക താമസിക്കുന്നു. ആ പുള്ളിന്റെ ഹൗസ് ഓണറാണ്, യുവർ ഓണറാണ്. ഹൗസ് ഓണർ അതെന്നെ പറഞ്ഞു. എന്നാ കോടതി തുടങ്ങാം. ഇവിടെ കോടതി ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പുതിയത് തുടങ്ങുന്നത്? വാദം തുടങ്ങാണ്. എന്തുട്ടാ കേസ് പറ. യുവർ ഓണർ, വളരെ വിചിത്രമായ ഒരു കേസാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. എന്നാൽ ഞാനൊരു വിചിത്രമായ ഒരു വിധി വിധിക്കും. മര്യാദയ്ക്ക് വാദിക്കുന്നു. കോടതിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് 2 വൃദ്ധ ദമ്പതികൾ ഡൈവോഴ്സിനുള്ള അപ്പീസ് നൽകിയിരിക്കുകയാണ്. സോറി, അപ്പീൽ നൽകിയിരിക്കുകയാണ്. ധാരപ്പ ഈ വയസ്സാകാലത്ത് പിരിയുന്നത്. ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ ലക്ഷ്യം നിങ്ങളുടെ എവരെയും പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് കോടതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് സ്റ്റേജ് പരിപാടിയല്ല, കോടതിയാണ്. ഇങ്ങനെ കക്ഷിനെ വിളിക്കാൻ. യുവർ ഓണർ, സാറിന് അറിയാമല്ലാണ് ഇന്ന് വന്ന കക്ഷി ആരാന്ന് വിചാരിച്ച് സെലിബ്രിറ്റിയായ പ്രമുഖയാണ്. ടോക്ക് ചെയ്ത് വൈറലായി ലക്ഷക്കണക്കിന് ലൈക്കുകൾ വാരിക്കൂട്ടുന്ന സോഷ്യൽ മീഡിയ ദാക്ഷായണി. ആയിരിക്കണത് ഇന്നത്തെ നമ്പൂരിയല്ല, ജഡ്ജിയാണ്. ജഡ്ജി സാറേന്ന് വിളിക്കണം. ഹായ് സാറേ. ഹായ്. 25/30 കേസിലെ എതിർകക്ഷിയും ദാക്ഷായന്റെ ഭർത്താവുമായ ഇല്ലിക്കൽ നാരായണൻ 1 തരം, ഇല്ലിക്കൽ നാരായണൻ 2 തരം, ഇല്ലിക്കൽ നാരായണൻ 3 തരം. മോനെ, മൂപ്പര് 1ഉം 2ഉം തരല്ല, തരം തരം. ഈ മോദേ വീട്ടിലെ പരിപാടിയാ. വിളിച്ച പരിപാടിക്ക് ഞാൻ പറ്റില്ല. മാന്യന്മാർക്കൊന്നും കൊണ്ട് കയറിക്കൂടെ? മൂപ്പരുടെ മുന്തിയ മാന്യം വന്നിന് ഇയാൾ ഇവിടെ ഉണ്ട്. ഈ പരിസരത്തേക്ക് ഞാൻ വരണേ. പിന്നെ ആരെ പ്രതീക്ഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്? ഈ ചിലക്കലടി മൂദേവിയെ നിന്നെ പഠിപ്പിക്കാൻ ഞാൻ ആരെ നമുക്ക് അറിയില്ലേ? പങ്കാളിത്ത മക്കൾക്ക് ഇത് കോടതിയാണ്, മാന്യമായിട്ട് സംസാരിക്കണം. ഇയാളെന്താ എന്നെ മാന്യത പഠിപ്പിക്കാനായിട്ട്? ഇതെന്റെ കക്ഷി
എന്നോട് ക്ഷമിക്കണം, നിന്റെ കക്ഷിയാണ്. ഉളുപ്പുണ്ട് ഞങ്ങൾക്ക് വയസ്സിനെ കൊണ്ടെടുക്കാൻ ഞങ്ങൾ കാര്യത്തിലാണ് പറഞ്ഞത്. അല്ല മോനെ നമുക്ക് അങ്ങനത്തെ ഒരു താല്പര്യം തന്നെയാണ്. ഓർഡർ ഓർഡർ വാങ്ങുന്നത് വക്കീലെ, പോയിട്ട് വേറെ പരിപാടി. Your Honor, നിന്റെ നാരായണൻ, നിന്റെ ആരാണ്? ഓ, നിന്റെ കക്ഷി നാരായണൻ ഈ നിൽക്കുന്ന സോഷ്യൽ മീഡിയ ദാക്ഷായണിയുമായി മാനസികമായിട്ട് യാതൊരുവിധ പൊരുത്തവും ഇല്ലാന്നാണ് പരാതി പറയുന്നത്. ഞാൻ ടോക്ക് ചെയ്ത് വൈറലായതിന്റെ അസൂയാണ് ഈ മനുഷ്യന്. ഓ ഓക്കെ വെറൈലുള്ള കാര്യത്തിന് വൈറലാവേറ്റാ കണ്ട പോലെ ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റൈൻ. സർ, ഈ നിൽക്കുന്ന നാരായണൻ ഇവിടെയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിനേക്കാൾ വലിയ കോംപ്ലക്സ് മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ്. ആ കോംപ്ലക്സ് ബോംബ് വെച്ച് അങ്ങോട്ട് പൊളിക്കണം. ആടി ഈ ബോംബ് പേരും ചേച്ചിക്കൊണ്ട് വാ പൊളിക്കാനായിട്ട്. മോനെ ഇതൊക്കെ ഇങ്ങോട്ടൊക്കെ അന്റെ ഭാര്യയാണ് ഇത് ചെയ്തെന്ന് വെച്ചാല് കുട്ടിക്ക് സഹിക്കോ? അതിന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. കഴിച്ചില്ല മോളെ ഇങ്ങോട്ടൊക്കെ ഇവിടെ എന്റെ ഭർത്താവാണ് ചെയ്തെന്ന് വെച്ചാൽ മോക്ക് സഹിക്കോ? അല്ല, ഞാൻ കല്യാണം കഴിച്ചില്ല. അതെടുക്കില്ല. അപ്പൊ രണ്ടാളും കല്യാണം കഴിച്ചില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, രണ്ടാളും കല്യാണം കഴിച്ചിട്ട് 10 കൊല്ലം ഒരുമിച്ച് ജീവിക്കും. ഞങ്ങൾക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ വീട്ടുകാർ സമ്മതിക്കണ്ടേ? വീട്ടുകാരെ സമ്മതിച്ചില്ല, വിളിച്ചിറങ്ങി കൊണ്ടുവരണോ? അതൊക്കെ എന്റെ നാരായണേട്ടൻ 1964 കർക്കിടകം 14 അന്നൊരു കറുത്ത വാവിന്റെ അന്ന് വെളുത്ത ഷർട്ട് ഇട്ട് കോരി ചൊരിയണ മഴയത്ത് ഇലവഴങ്ങി പുഴയെ കൂടി തോടി തോഞ്ഞ് പിന്നെ നാരായണേട്ടനെ എനിക്കൊരു മിന്നായം പോലെ എപ്പോഴും കാണാം. അന്ന് തോണി പാർക്കിത് 4-5 ഗുണ്ടകൾ അടിച്ചിട്ടിട്ട് എന്റെ അടുക്കള ഭാഗത്ത് വന്നിട്ട് ഒരു ഒറ്റ വിളിയാ, മോളെ ചിന്നോന്ന്. അപ്പം തന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോന്ന്. അല്ല, ആരാ ഈ ചിന്നു? ചിന്നു ഞാൻ സ്നേഹം കൂടുമ്പോ നാരായണേട്ടൻ എന്നെ ചിന്നോന്ന വിളിക്കുക. ഹായ് കിള്ളം കാഴ്ച. എന്ത് രസമാണ് നാരായണേട്ട ആ കാലം. അതൊന്ന് ഓർമ്മിപ്പിക്കല കാശായി ഓക്കാനിക്കാൻ പറ്റും. ആളുകളായി കഴിഞ്ഞാൽ എന്റെ നാരായണേട്ടനെ പോലെ കുറച്ച് ചങ്കുറപ്പൊക്കെ വേണം. ഓർഡർ ഓർഡർ. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിപ്പോ നിങ്ങൾ പിരിയാൻ വന്നതോ അതോ ഇവരുടെ കല്യാണം നടത്താൻ വന്നതോ? അതാ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വന്നപ്പോ ഒരു ഓളത്തെ അങ്ങോട്ട് പറഞ്ഞു പോയത്. ഈ കാലിലപ്പോ എനിക്ക് ജീവിക്കണ്ട, ഇവരില്ല തന്റെ കൂടെ എനിക്ക് ജീവിക്കേണ്ട രീതി. സർ, എന്റെ കക്ഷിക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ആകെ അറിയാവുന്നത് ടോക്കാണ്. ഈ വയസ്സാം കാലത്ത് നാമം ജപിച്ച് ഭർത്താവിന്റെ കാര്യം നോക്കിയിരിക്കേണ്ട ഈ തള്ള ടോക്ക് ചെയ്ത് ഭർത്താവിന്റെ മാനസിക നില തന്നെ തകർത്തിരിക്കുകയാണ്. ഇവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. അല്ല കുരിപ്പേ, മാനസിക നില തകർന്ന എന്റെ ഭർത്താവിന്റെ അന്ത്യ ആര വക്കീല? എന്റെ വക്കീലല്ലേ, ഒരുപ്പെട്ടവനായി. അതെ, ഞാൻ നിന്നോട് പറഞ്ഞല്ലോ സൈറ്റ് അടിച്ച് കാണിക്കുന്നത്. ബഹുമാനപ്പെട്ട കോടതി, ഞാൻ നേരത്തെ വാദിച്ച വാദം മായ്ച്ചു കളഞ്ഞിട്ട് എന്റെ കക്ഷിക്ക് നീതി ഉറപ്പാക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. നീതിയൊക്കെ ഉറപ്പാക്കാം. ആദ്യം ഇത് ഉറപ്പിക്കുക, ഏതാ തന്റെ കക്ഷി? ഇത് നാരായണൻ എപ്പോഴെങ്കിലും ദാക്ഷായണിയുടെ ടോക്ക് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ലേ മാനെ? കണ്ട് സാറേ, കണ്ട്. നിന്റെ പൂത്തുമ്പി കൊല്ലമാമി കണ്ട്. അത് കാണാത്തവരായിട്ട് ആരുമില്ല. വക്കീലെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ മോള് കണ്ടിട്ടുണ്ടോ? ഓ, ഞാനും കണ്ടിട്ടുണ്ട്. ജഡ്ജിയമ്മ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? എത്ര ഓഹോ, സാറേ 42 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു. ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലേ ഇവിടെ പൂത്തുമ്പിയും കൊല്ലമാമിയൊന്നും. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഇത് കണ്ടോരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ടേ, ആരാനേട്ടാ ദാശനത്തിന്റെ പൂത്തുമ്പി കൊല്ലമാമി നന്നായിട്ടേ, ആരാനേട്ടാ ദാശനത്തിന്റെ പൂത്തുമ്പി കൊല്ലമാമി സാറായിട്ടേ. അയ്യോ, ഇത് കേട്ടിട്ട് എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാനായിട്ട് ഏമാനെ. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഈ പറഞ്ഞ ഒബ്ജക്ഷനെ സബ്സിഡി തന്നിരിക്കുന്നു. താങ്ക് യു യുവർ ഓണർ. സർ, ഈ പറഞ്ഞ പൂത്തുമ്പിയും കൊല്ലമാമിയും നാരായണൻ കണ്ടു എന്നുള്ളതിനുള്ള തെളിവ് എന്റെ അടുത്തുണ്ട് സർ. എന്ത് തെളിവ്? ഇത് കണ്ടോ? ഇതാ? സോറി സാർ, ഇത് എന്റെ പൂത്തുമ്പിയും കൊല്ലമാമിയാണ്. ഇതോ അയ്യോ, ഇത് ഞങ്ങൾ വക്കീലന്മാരുടെ മാത്രം ഡയലോഗാ. അല്ല, നിന്നിട്ടാ വേണ്ടി
ഷോക്ക് അടിച്ച മാതിരി ഓള് ചൊല്ലിക്കഴിച്ച് കണ്ടില്ലേ അതും ആ ബംഗാളി ചെക്കന്റെ കൂടെ അയ്യേ, അല്ല സഹിക്കുന്നതിനൊക്കെ ഒരു പരിധില്ലേ ഈ പറയും അല്ല കോടതി പറയും. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഇപ്പൊ എന്തിനാ ഈ ഒബ്ജക്ഷൻ പറഞ്ഞേ? എത്ര നേരം വിചാരിച്ചിട്ട് ഞാനിങ്ങനെ മിണ്ടാണ്ടിരിക്കുക. അത് കുഴപ്പമില്ല. ഓർഡർ ഓർഡർ. ആദ്യം കോടതി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി എന്നിട്ട് ഓർഡർ ചെയ്യലും കഴിക്കലൊക്കെ ആവാം. മിസ്റ്റർ നാരായണൻ, ഈ വയസ്സാം കാലത്ത് പിരിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനാ? മൊബൈൽ ഉപയോഗിക്കാത്ത ഒരു പെണ്ണിനെ കെട്ടി സുഖമായിട്ട് ജീവിക്കും. മൊബൈൽ ഉപയോഗിക്കാത്തൊരു പെണ്ണിനെ കെട്ടണമെങ്കിൽ പ്രസവിച്ചപ്പം തന്നെ കെട്ടണ്ടേ? ശരി. അല്ല, ദാക്ഷായന്റെ പ്ലാൻ എന്താ? ഒരു കലാകാരനെ ഒരു കലാകാരിയെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ടോക്കിൽ വൈറലായ ഗ്ലാമറുള്ള ഒരാളെ ഞാൻ കെട്ടാൻ തീരുമാനിച്ചു. അതാരാ ഇത്ര ഗ്ലാമറിലെ ടോക്കിൽ വൈറലായിട്ടുള്ള ഒരാള്? അയ്യോ, ഇതൊന്നും നടക്കാൻ പോണില്ല. ആ മൂപ്പരെ ഗ്ലാമറും ഈ തള്ളന്റെ ഗ്ലാമറും നോക്കി ഈ വയസ്സത്തിലൊന്നും കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരൊന്നും ഇപ്പൊ ഇല്ലാന്ന്. ആരോഗ്യം ഞാൻ തരാലോ. ഒരു കിളവിയെ കെട്ടാൻ നടക്കുന്ന ഉഗ്രനൊരു ചെറുപ്പക്കാരന് ഞാൻ തരും. ഇത് മതി അടിപൊളി ചെക്കൻ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോന്നോ? സൂപ്പർ അല്ലേ? യുവറാണോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കല്യാണം നടത്തി കൊടുത്താലോ? പെട്ടെന്ന് ആയിക്കോട്ടെ. അതെ സർ, എന്റെ അഭിപ്രായം അത് തന്നെയാണ്. ഇവരുടെ കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നടത്തി കൊടുക്കണം. ഇതെന്താ രണ്ട് വക്കീലന്മാരും ഒരേ അഭിപ്രായം? എന്നും ഓപ്പോസിറ്റ് വാദിച്ച് ഞങ്ങൾക്ക് മടുത്തു. ഇനി ഒരുമിച്ച് വാദിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അല്ലേ രാധിക? ആ, അത് നല്ലതാ. നിങ്ങൾ പിരിയാൻ നേരത്ത് വക്കീൽ ഫീസ് ലാഭിക്കാനോ? ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ബോധിപ്പിക്കണ്ട. സാർ, IPC 120, 122, IPC സെക്ഷൻ 360, 144, 265, IPC സെക്ഷൻ 365, 173, 148, 209. ഇതെന്തിന് 3 സെക്ഷൻ ഒക്കെ പറയണേ? അല്ല, വക്കീൽ ഫീസ് വാങ്ങുമ്പോ എന്തെങ്കിലും ജോലി ചെയ്തായിട്ട് കക്ഷിക്ക് തോന്നണ്ടേ സാറേ? പറഞ്ഞത് പോലെ നിങ്ങൾ വേറെ കാര്യങ്ങൾ സംസാരിക്കില്ലേ? എനിക്ക് ബന്ധം പിരിയണം. സാർ, ബന്ധം പിരിയുമ്പോ ന്യായമായിട്ടും നാരായണൻ ദാക്ഷാണിക്ക് ചെലവിന് കാശ് കൊടുക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. വക്കീല്, ആ പൈസേന്റെ കൂടെ മൊബൈൽ റീചാർജിന്റെ പൈസയും കൂടി കൂട്ടിക്കോളി. ഓർഡർ ഓർഡർ. ഈ കേസ് 2058 ഏപ്രിൽ മാസത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു. ഈ 2058 ആകുമ്പോഴത്തെ കേസ് വാദിച്ച വക്കീലെ ജഡ്ജൊക്കെ മണ്ണിന്റെ അടിയിലായി പോയിണ്ടാവും. അപ്പൊ ഞങ്ങൾ ആരെടുത്ത് വിധി കേൾക്കൂല്ലേ നാരായണേട്ടാ? ഇപ്പൊ കോടതി ഒരു തീരുമാനം പറയാം. ഏതായാലും രണ്ടാളും പിരിയാണല്ലോ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരു ടോക്ക് ഡ്യുവറ്റ് വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യണം. That's all. ഈ മനുഷ്യന്റെ കൂടെ ടോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ഒന്നും ഉണ്ടാവില്ല. മൊത്തം ഊള കമന്റ്സ് ആയിരിക്കും. അങ്ങനെ പിണങ്ങല്ലേ ദാക്ഷാണി എടുത്ത് ഒന്ന് ചെയ്യ്. കോടതി ഷോട്ടോ ആ മനുഷ്യ എന്താ മോളെ അനുധാരെ, പെരുവഴിയിലായ? ഈ സംസ്ഥാനങ്ങളുടെ ഏറ്റവും വലിയ തെമ്മാടിയെ പ്രേമിച്ച കുറ്റത്തിന് മൂപ്പൽനാരുടെ കോടതി വിധിച്ച ശിക്ഷയാണ്. പട്ടിയും പൊക്കോണോടുത്ത് വിട്ടോളം പറഞ്ഞു. വെള്ളമടിച്ച് കോൺ തിരിഞ്ഞ് പാതിരയ്ക്ക് വീട്ടിൽ വന്ന് കയറുമ്പോ ചെരുപ്പൂരി കാലുമടക്കി ചുമ്മാ തൊഴിക്കാനും തുലാവർഷ രാത്രികളിൽ ഒരു പുതപ്പിനടിയിൽ സ്നേഹിക്കാൻ ഒടുവിൽ ഒരു നാൾ വടിയായി തെക്കേ പറമ്പിലെ പുളിയൻ മാവിന്റെ വിറകിനടിയിൽ എരിഞ്ഞു തീരുമ്പോ നെഞ്ച് തല്ലി കരയാൻ എനിക്കൊരു പെണ്ണിനെ വേണം. പറ്റുമെങ്കിൽ കേറിക്കോ. നോക്കിക്കോളി, മൊത്തം പൊളിച്ച കമന്റ് ആയിരിക്കും. ആ നോക്കാലോ, പൊളിച്ചതാണോ വലിച്ചതാണോ തിരിയാന്ന്. അല്ല ലൈക്കോ? ആ ലൗക്കിന്റെ ഇഷ്ടംപോലെ പറഞ്ഞു വരുന്നു. നമ്മൾ വിചാരിച്ച പോലെയല്ലോ, ഭയങ്കര ലൈക്കാണല്ലോ. നോക്ക്, ഇത്ര ലൈക്കും കമന്റും ഒക്കെയാ വരുന്നത്. ആ നാരായണേട്ട, നിങ്ങളാണ് പൊളിയാണല്ലോ. ഞാനുണ്ടായതിനെ കൊണ്ടാണ്. നാരായണേട്ട, നിങ്ങൾക്ക് ഇത്ര ഫാൻസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാനിതൊന്നും ആരോട് പറയില്ല. ഹലോ മിസ്റ്റർ ആൻഡ് മിസ്സിസ് നാരായണൻ, ഇത്രയും ലൈക്ക് വരാൻ കാരണം എന്താണെന്ന് അറിയോ? ഞാനുള്ളതിനെ കൊണ്ടല്ലേ? അല്ല, ഞാനുള്ളതിനെ കൊണ്ടാണ്. അല്ലല്ല, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഡ്യുവറ്റ് ചെയ്തത് കൊണ്ടാ.
ഇനി അങ്ങോട്ടും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണമെന്ന നാട്ടുകാരുടെയും ഈ കോടതിയിലെയും തീരുമാനം. ദാക്ഷായണി ഇനി നിങ്ങൾ വെറുതെ ബംഗാളികളുടെ കൂടെ ടോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ദാക്ഷായണി നാരായണേട്ടന്റെ കൂടെയുള്ള വീറ്റ് മതി.